HSA മലയാളത്തിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ജനുവരി 29 ആയിരിക്കും മിക്കവാറും അതിൻ്റെ അപേക്ഷാ തീയതി, അവസാനത്തെ അപേക്ഷാ തീയതിയായിട്ട് വരുന്നത്. അപ്പോൾ HSA, അതായത് ഹൈസ്കൂളിലെ മലയാള അധ്യാപകരാകാനുള്ള തയ്യാറെടുപ്പ് നടത്താനുള്ള സമയം വളരെയധികം അടുത്തിരിക്കുന്നു. നന്നായിട്ട് പരിശീലനം നേടിയെങ്കിൽ മാത്രമേ ഹൈസ്കൂളിൽ നമുക്ക് അധ്യാപകരായിട്ട് കയറാനുള്ള അവസരമുണ്ടാകൂ. PSCയുടെ പരീക്ഷ അതിപ്പോൾ ജനുവരി 29 അപേക്ഷാ തീയതി കഴിഞ്ഞാലും ആഗസ്റ്റ്, സെപ്റ്റംബർ ആ സമയത്തൊക്കെ നമുക്ക് ഏകദേശം പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് അത് കണക്കാക്കിയുള്ള പഠനമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. HSA മലയാളത്തിൻ്റെ സിലബസ് എന്ന് പറയുന്നത് 8 മൊഡ്യൂളുകൾ അടങ്ങുന്ന ഒരു സിലബസാണ് നമുക്ക് HSA മലയാളത്തിനായിട്ട് PSC തന്നിട്ടുള്ളത്. ആ 8 മൊഡ്യൂളുകളും ഏതാണ്ട് മലയാള ഭാഷയുടെ പ്രാചീന കാലം മുതൽ ഇപ്പോഴ് എത്തി നിൽക്കുന്ന സമകാലികമായിട്ടുള്ള അവസ്ഥ വരെ നമ്മൾ പഠിച്ചിരിക്കണം. അതിപ്പോൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഞാനിവിടെ ആദ്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാഡമി അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വന്ന് അഡ്മിഷൻ കരസ്ഥമാക്കണം. കാരണം നമ്മൾ ഈ 8 മൊഡ്യൂളുകളും അതിൻ്റെ ഏതാണ്ട് വളരെ അടിസ്ഥാന തലം മുതൽ ഏതാണ്ട് അതിൻ്റെ എന്നുവെച്ചാൽ ഏറ്റവും സൂക്ഷ്മ തലത്തിലുള്ള പഠനമായിരിക്കും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മലയാള കവിതയാണ്. മലയാള കവിത എന്ന് പറയുമ്പോൾ പ്രാചീന കവിത, അതായത് രാമചരിതം മുതൽ ഏതാണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആധുനിക, ഉത്തരാധുനിക കവിത വരെയുള്ള ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതിലെ വരികളും അതുപോലെ എഴുത്തുകാരെയും എല്ലാവരെയും കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള സമഗ്ര പഠനമായിരിക്കണം അതിനായിട്ട് വരേണ്ടത്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് നോവല്, ചെറുകഥ. അതാണ് രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത്. നോവലും ചെറുകഥയും. അത് നമ്മുടെ മലയാള നോവലിൻ്റെ ഉത്ഭവം തൊട്ട് ഇന്നത്തെ ഉത്തരാധുനിക നോവൽ സാഹിത്യം വരെയുള്ള എല്ലാ കൃതികളെക്കുറിച്ചും അതിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ എഴുത്തുകാരെക്കുറിച്ചും ഒക്കെ നമ്മൾ നല്ല കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അതിൽ നിന്നുള്ള ഒരു 4-5 മാർക്ക് നമുക്ക് നേടാൻ കഴിയും. അതുപോലെ തന്നെ ആ മൊഡ്യൂളിൽ തന്നെ മലയാള ചെറുകഥയുടെ എല്ലാ ഘട്ടങ്ങളും നമ്മൾ, അതായത് പ്രാരംഭ ഘട്ടം മുതൽ ഏതാണ്ട് ഇന്നത്തെ മലയാള ചെറുകഥയുടെ അവസ്ഥ വരെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഗദ്യ സാഹിത്യമാണ്. ഗദ്യ സാഹിത്യം എന്ന് പറഞ്ഞത് നോവലും ചെറുകഥയും ഒഴിച്ചുള്ള, നാടകം ദൃശ്യകലയിൽ വരും എങ്കിലും നോവലും ചെറുകഥയും ഒഴിച്ചുള്ള ഭാഗങ്ങളായിരിക്കണം നമ്മൾ അതിന് പഠിക്കേണ്ടത് ഗദ്യ സാഹിത്യത്തിൽ. അതായത് ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, ബാലസാഹിത്യം തുടങ്ങിയിട്ടുള്ള എല്ലാ കൃതികളെക്കുറിച്ചും, അതുപോലെ വൈജ്ഞാനിക സാഹിത്യം, അതായത് ഗണിതം, ജ്യോതിഷം, വൈദ്യം, അതുപോലെ ശാസ്ത്രരംഗത്തുള്ള കൃതികൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ ഗദ്യ സാഹിത്യം എന്ന് പറയുന്ന മേഖല. നാലാമത്തത് നിരൂപണമാണ്. നിരൂപണം എന്ന് പറയുമ്പം പാശ്ചാത്യ നിരൂപണം, പ്രധാനപ്പെട്ട നിരൂപകരെ കുറിച്ചും, അതായത് അരിസ്റ്റോട്ടില്, പ്ലേറ്റോ, ലോങ്കിനസ് തുടങ്ങിയിട്ടുള്ള ഹോരസ്, ഇങ്ങനെയുള്ള അവർ തൊട്ട് പുതിയ റിച്ചാർഡ്സ്, TS Eliot തുടങ്ങിയിട്ടുള്ള ആധുനിക നിരൂപകർ വരെ അതിൻ്റെ
ഭാഗമായിട്ട് വരും. അതുപോലെ തന്നെ പൗരസ്ത്യ നിരൂപണം. പൗരസ്ത്യ നിരൂപണത്തിൽ രസം, ധ്വനി, അലങ്കാരം, വൃത്തം ഇങ്ങനെയുള്ള തിണകൾ വരെ പൗരസ്ത്യ നിരൂപണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നീട് മലയാള നിരൂപണമാണ്. മലയാള നിരൂപണത്തിന്റെ പ്രാരംഭം തൊട്ട് ഇന്ന് വരെ മലയാള നിരൂപണം എത്തി നിൽക്കുന്ന ഉത്തരാധുനിക നിരൂപണം വരെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിരൂപണം എന്ന് പറയുന്ന മൊഡ്യൂള് ഈ 3 മേഖലകളും അടങ്ങുന്നതാണ്. അതിലെ എല്ലാ ഇതിപ്പോ നമ്മൾ സിലബസിൽ പറയുന്നെങ്കിൽ പോലും ഔചിത്യവും രീതിയും വക്രോക്തിയും ഒക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൂടി ചേർത്തായിരിക്കും നമ്മൾ ഈ നിരൂപണം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി ഭാഷാചരിത്രം, ഭാഷാശാസ്ത്രം, വ്യാകരണം. ഭാഷാചരിത്രം, ഭാഷാശാസ്ത്രം, വ്യാകരണം, അതാണ് 5ാമത്തെ പേപ്പർ. ഭാഷാചരിത്രം മലയാള ഭാഷയുടെ ഇന്ന് വരെയുള്ള ചരിത്രം, അതായത് പ്രാചീന കാലഘട്ടത്തിലെ ആ ഭാഷയുടെ പേര്, അതുപോലെ ഭാഷയുടെ ഉൽപ്പത്തി മുതൽ ഇന്നത്തെ കാലഘട്ടം വരെയുള്ള ഭാഷാ ചരിത്രം നമ്മൾ അറിയണം. രണ്ടാമത്തത് ഭാഷാശാസ്ത്രം. ഭാഷാശാസ്ത്രം MA ലെവലില് അതുപോലെ തന്നെ ഡിഗ്രി ലെവലില് MA ലെവലിലും പഠിക്കുന്ന ഭാഗങ്ങളൊക്കെ സ്വനവിജ്ഞാനം, രൂപിമം, അതുപോലെ തന്നെ അർത്ഥവിജ്ഞാനം, അതുപോലെ വാക്യവിജ്ഞാനം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളും ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. വ്യാകരണം എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരമാല തൊട്ട് ഏതാണ്ട് അനുപ്രയോഗം വരെയുള്ള വ്യാകരണ ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ആ അറിവ് നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ HSAയുടെ പരീക്ഷയ്ക്ക് നമുക്ക് ഈ 5ാമത്തെ മൊഡ്യൂള് പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി 6ാമത്തെ മാധ്യമ പഠനമാണ്. മാധ്യമ പഠനം എന്ന് പറഞ്ഞാൽ ഇത് പഴയ റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങൾ തൊട്ട് കമ്പ്യൂട്ടർ, അതുപോലെ സാമൂഹിക മാധ്യമങ്ങൾ, ബ്ലോഗ്, ഇങ്ങനെ വരുന്ന പുതിയ കാലഘട്ടം വരെയുള്ള എല്ലാ മാധ്യമങ്ങളെ കുറിച്ചുള്ള വിശദ പഠനമാണ് നമ്മൾ നടത്തേണ്ടത്. പിന്നീട് വരുന്നതെന്ന് പറയുന്നത് ദൃശ്യകലയാണ്. ദൃശ്യകലയ്ക്കകത്ത് നമ്മൾ പ്രധാനമായിട്ടും നാടകമുണ്ട്, അതുപോലെ തന്നെ കഥകളി, നാടകം, തുള്ളല്, ഓട്ടം തുള്ളല്, അതുപോലെ തന്നെ പിന്നെ ദൃശ്യകലയിൽ പിന്നെ ചാക്യാർ കൂത്ത് പോലൊക്കെയുള്ള കേരളീയ കലകൾ മിക്കതും നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് അതുപോലെ സിനിമ, ഇങ്ങനെയുള്ള ഏറ്റവും വലിയ ജനകീയ കലയായിട്ടുള്ള സിനിമ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു മൊഡ്യൂളാണ് നമുക്ക് ദൃശ്യകല എന്ന പേരിൽ തന്നിട്ടുള്ളത്. അതും മലയാളത്തിലെ എല്ലാ കലകളെക്കുറിച്ചും വിശദമായിട്ട് അറിവ് സമ്പാദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ മൊഡ്യൂൾ കൈകാര്യം ചെയ്യാൻ കഴിയൂ. അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഇനി സംസ്കാര പഠനമാണ്. സംസ്കാര പഠനം അതായത് കേരള സംസ്കാരം, അതുപോലെ തന്നെ പഴയകാല സംസ്കാരത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന പിന്നെ വസ്തുക്കൾ, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം. ഒപ്പം തന്നെ ഫോക്ലോറിനെ കുറിച്ചും ഇതിനകത്ത് നമ്മൾ പഠിച്ചിരിക്കണം. ഫോക്ലോറിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം. ഇങ്ങനെ 8 മൊഡ്യൂളാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഈ 8 മൊഡ്യൂള് പഠിക്കുന്നത് കൂടാതെ തന്നെ വിപരീത പദം, പര്യായം തുടങ്ങിയിട്ടുള്ള പദശുദ്ധി, വാക്യശുദ്ധി തുടങ്ങിയിട്ടുള്ള പദസഞ്ചയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മറ്റ് ഇതുമായിട്ട് കവികൾ അതിൻ്റെ അവരുടെ വരികൾ, ഇങ്ങനെയുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങൾ, തൂലികാനാമങ്ങൾ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ 8 മൊഡ്യൂളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഒരു 20 ടോപ്പിക് എക്സാമുകൾ ഇടുന്നുണ്ട്. 20 ടോപ്പിക് എക്സാമുകൾ വരും. ആ 20 ടോപ്പിക് എക്സാമുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മൊഡ്യൂളുകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കുറേശ്ശെയായിട്ട് തിരിച്ച് 20 ടോപ്പിക് എക്സാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 8 പിന്നെ മൊഡ്യൂളിൻ്റെ 8 മൊഡ്യൂളിൻ്റെ എക്സാമുകൾ വരും. ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 8 മൊഡ്യൂളിൻ്റെ എക്സാമുകൾ
നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നീട് 12 മോഡൽ എക്സാമുകൾ, 12 മോഡൽ എക്സാമുകൾ അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഇതിന് സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്, ഇതിനുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള, ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള വിപുലമായ ഒരു പഠന രീതിക്കാണ് ടീച്ചേഴ്സ് അക്കാഡമി രൂപം കൊടുത്തിട്ടുള്ളത്. ടീച്ചേഴ്സ് അക്കാഡമിയിൽ നിങ്ങൾ അംഗങ്ങളാവുകയും മലയാള HSA പൂർണ്ണമായിട്ട് നേടാനും, ആ HSAയുടെ പരീക്ഷ നേടുന്നതും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും ഒപ്പം തന്നെ ഈ പഠിക്കുന്ന ഓരോ വസ്തുതകളും നമുക്ക് ഭാവിയിൽ ഹൈസ്കൂൾ അധ്യാപകരായിട്ട് ശോഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ആ പഠന രീതിയിലേക്ക് എല്ലാവരെയും കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് ജ്യോതിനാഥ വാര്യർ എന്നാണ്. ഞാനാണ് ഇതിലെ പ്രധാനപ്പെട്ട പേപ്പറുകൾ മിക്കതും കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം മറ്റ് അധ്യാപകരും ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ പാർട്ട് എ എന്നുള്ള രീതിയിൽ സൈക്കോളജിയും ടീച്ചർ ആൻഡ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും അങ്ങനെയുള്ള ഒരു ഭാഗം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഇതെല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്തു തന്ന് ഇത് പഠിപ്പിച്ചു തന്ന് പരീക്ഷയ്ക്ക് നിങ്ങളെ തയ്യാറാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ടീച്ചേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു.